കൊലപാതകങ്ങളുടെ ശ്രേണിയിൽ അതിദാരുണമായ ഒരു സംഭവം കൂടെ വെളിയിലേക്ക് വരികയാണ്. ചോറ്റാനിക്കരയിലെ ഒരു പെൺകുട്ടി, അതൊരു പോക്സോ കേസിലെ അതിജീവിതയാണ് ആ കുട്ടി. അപ്പോൾ അതിന് ഇൻസ്റ്റാഗ്രാം വഴി ഉടലെടുത്ത ഒരു ബന്ധം, അനൂപ് എന്ന് പറയുന്ന ഒരുത്തനുമായിട്ടൊരു ബന്ധം ഉണ്ടായി. അവനെ ഇതിനെ അങ്ങ് മുതലെടുത്തിട്ട്, അപ്പോൾ ഇത് അവൻ്റെ തെളിവൊക്കെ ഉണ്ട്, അവനും ഇതുമായിട്ട് ശാരീരിക ബന്ധം ഒക്കെ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവൻ സ്ഥിരമായിട്ട് അവിടെ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നവനാണ്. ഈ കുട്ടി ഇതിൻ്റെ അമ്മയായിട്ട് നല്ലൊരു ബന്ധത്തിലല്ല. അത് കാരണം ഇത് ഒറ്റയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും ശരി, അവനെ സ്ഥിരമായിട്ട് വന്ന് ഇതിനെ ഇഷ്ടം പോലെ ഉപദ്രവിക്കും. ഏതെങ്കിലും ഒരു ആൺകുട്ടിയുടെ പേരും പറഞ്ഞുകൊണ്ടോ പുരുഷൻ്റെ പേര് പറഞ്ഞുകൊണ്ടോ ആണ് ഇതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പല വിധത്തിൽ ഇതിനെ പരിക്കേറ്റിരുന്നു. ഒരിക്കലൊക്കെ ഇതിൻ്റെ മൂക്കിൻ്റെ നെയ്സൽ ഇതിനകത്തുള്ള ആ മൂക്കിൻ്റെ പാലം തകർന്ന് അതിന് ഒരു ഇഞ്ചുറി ഉണ്ട്, ഗ്രേവ് ഇഞ്ചുറിയാണ് ഉണ്ടായി. അത് കൂടാതെ അതിൻ്റെ ചെവിക്കും കണ്ണിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. അതൊക്കെ നിലത്ത് വീണതാണെന്നാണ് ഈ കുട്ടി പറഞ്ഞത്. പിന്നാണ് ആളുകൾക്ക് മനസ്സിലാവുന്നത് ഇതിനെ യമൻ എടുത്തിട്ട് സ്ഥിരമായിട്ട് മർദ്ദിക്കും, കണ്ണിച്ചോരയിൽ അത് ഉപദ്രവിക്കും. എന്നാൽ യമന ഇതിൻ്റെ ഭർത്താവൊന്നുമല്ല, ഒരു കാര്യവുമില്ല, വേറെ ബന്ധമൊന്നുമില്ല. ഒരു ലിവിങ് ടുഗദർ പോലെ ഉള്ള ഒരു ചെറിയ ബന്ധം ഇതാ ഉള്ളത്, അല്ലാതെ വേറൊന്നുമില്ല. അങ്ങനെയുള്ള ബന്ധങ്ങളിൽ പോലും ഇപ്പോൾ ഈ രീതിയിലുള്ള കുഴപ്പങ്ങൾ നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയേക്കാണ്. ലിവിങ് ടുഗദർ എന്ന് പറയുന്ന ഒരു ബന്ധം നമ്മളൊരു 10 വർഷം 15 വർഷം മുമ്പ് വരെ നമ്മളിത് കേട്ട് കഴിഞ്ഞാൽ അയ്യേ എന്ന് നമ്മൾ പറയുമായിരുന്നു. കാരണം വിവാഹബന്ധമല്ല എന്ന് നമ്മൾ പറയും. ഇപ്പം നമ്മുടെ മനസ്സ് പോലും ഏതാണ്ട് ഈ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ അങ്ങനെ, അത് മതിയെങ്കിൽ അത് മതി എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മളുമൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആയിട്ടുണ്ട്. കാരണം കാലം കഴിയുന്തോറും ആ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവിടെ സ്ത്രീ പുരുഷ സമത്വം ഇതുമൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ലിവിങ് ടുഗദർ എന്ന് പറഞ്ഞാൽ എന്തിന്, മാരേജ് എന്തിന് എന്നുള്ള ഒരു ചിന്ത ഇപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരിലുണ്ട്. അതിൻ്റെ ഒരു അപകടമാണിത്. ഈ ബന്ധം അറിയാതെ, ഒരുത്തനെ മനസ്സിലാക്കാതെ അവനുമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അത് പെൺകുട്ടികളാണ് പഠിക്കേണ്ടത്. കാരണം ഒരുപാട് പേര് ഇതുപോലെ കൊല്ലപ്പെടുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. പുരുഷൻ കൊല്ലപ്പെടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അത് വളരെ കുറവാണ്. അത് വളരെ ഒരു സ്ട്രേ ഇൻസിഡൻ്റായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. പക്ഷേ നേരെ മറിച്ച് പെൺകുട്ടികൾ ധാരാളം എണ്ണം ഇതുപോലെ കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ അനൂപ് എന്ന് പറയുന്നവനെ ഈ കുട്ടിയെ വന്നെടുത്തിട്ട് ഒരുപാട് ഉപദ്രവിച്ചു. ഒരുപാട് എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ അവൻ ശാരീരികമായിട്ട് അതിനെ മർദ്ദിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റിയ കൊണ്ട് തലക്കടിക്കുക. ഏറ്റവും എളുപ്പമുള്ള ഒരു ആയുധമായിട്ട് ഇപ്പോൾ ഈ ചുറ്റിയയിൽ മാറിയിട്ടുണ്ട് കേട്ടോ. ചുറ്റിയ എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ഹാമർ ഉപയോഗിക്കുന്നത് തലക്കടിക്കാനാണ്. ഏറ്റവും എളുപ്പമുള്ളതാണ്. അത് വെച്ചാൽ അടിക്കുക, വളരെ വലിയ ആയാസമൊന്നും ഇല്ലാതെ തന്നെ ഉപദ്രവിക്കാം. അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ചുറ്റിയെ കണ്ടുപിടിച്ചേക്കുന്നത് വേറെ കാര്യത്തിനാണെങ്കിലും ഇപ്പോൾ ആളുകൾ അത് ഉപയോഗിക്കാൻ കണ്ടുപിടിച്ചേക്കുന്നത് ഈ തലക്കടിക്കാനാണ്. ഈ രീതിയിലുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ തല പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചു മുഴുവൻ. അവസാനം ഇതിന് ഈ ശല്യം, ഇത് ശാരീരികമായിട്ടുള്ള ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് ഇത് കയറി തൂങ്ങി അത് കിടന്ന് പിടയ്ക്കുന്നത് വരെ വേണമെങ്കിൽ പിടച്ചപ്പോൾ അവൻ കയറി അറുത്തിട്ടു. എന്നിട്ട് വീണ്ടും ഉപദ്രവിച്ചു. അതിൻ്റെ മുഖം പിടിച്ച് കമഴ്ത്തി തറയിൽ അമർത്തി വെച്ചു. അങ്ങനെ അത് ശ്വാസം മുട്ടിയൊക്കെ കിടന്ന് പിടച്ചു കേട്ടോ. അതിൻ്റെ കയ്യിലൊരു മുറിവുണ്ടായിരുന്നത് പുഴുവരിക്കുന്ന രീതിയിലായി. പക്ഷെ അതവിടെ കിടന്നു കേട്ടോ. ആ കുട്ടി അവിടെ കിടന്നു, ആരും അറിഞ്ഞില്ല. അത് നോക്കാനും കാണാനും ആരുമില്ലല്ലോ. ഏതോ ഒരു ബന്ധു അവിചാരിതമായിട്ട് വന്നതുകൊണ്ട് മാത്രം ഇത് കണ്ടു ഈ കുട്ടിയെ. അങ്ങനെ എടുത്ത് ആശുപത്രിയിലാക്കി. 6 ദിവസം അത് വെന്റിലേറ്ററിൽ കിടന്നു കേട്ടോ. വെന്റിലേറ്ററിൽ കിടന്നിട്ട് ഇന്ന് എൻ്റെ മരണം ഡിക്ലെയർ ചെയ്തു. അപ്പോൾ അത് മരിച്ചു. അപ്പോൾ ഈ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്നൊക്കെ പറഞ്ഞാൽ, ഈ വഴിവിട്ട ബന്ധങ്ങൾ, അത് മാത്രമല്ല ഇതേപോലെ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ പരിചയപ്പെടുന്ന ഇതിന് മാത്രമായിട്ട് ഉള്ള കുറേ അവന്മാരുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിനെ ഒന്നും ഞാൻ കുറ്റം പറയല്ല, അത് ഇൻസ്റ്റാഗ്രാമിൻ്റെ കുഴപ്പമല്ല. ഇതിലൂടെ പരിചയപ്പെടുന്നിട്ട് ആ ബന്ധം ഈ രീതി വളരുകയാണ്. എത്ര കുഞ്ഞുങ്ങളുള്ള അമ്മമാർ എത്ര എണ്ണം ഇറങ്ങിപ്പോയിട്ടുണ്ട് ഈ കണ്ടവൻ്റെ കൂടെ. ഒരിക്കൽ ഒരുത്തി ആണെങ്കിൽ ഇറങ്ങി വന്നു, അതായത് ഒരു 40 വയസ്സുള്ള ഒരുത്തി ഇറങ്ങി വന്നു, ഭർത്താവിനെ കളഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോൾ കണ്ട എന്തോന്നറിയാമോ? 15 വയസ്സുള്ള ഒരുത്തനെ. അവനെ കാണുന്നേ കാമുകൻ, അതാണ് കാമുകൻ. അവൾ ജീവൻ കളഞ്ഞ് അവളെ പോക്കിന് പോയി. നടന്ന ഒരു സംഭവമാണ്. ഇതുപോലെ ധാരാളം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള ബന്ധങ്ങൾ. ഈ ബന്ധങ്ങളൊക്കെ വലിയ അപകടങ്ങളാണ്. പരിചയമൊക്കെ ഉണ്ട്, അടുപ്പമൊക്കെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആരുമായിട്ടും ബന്ധമാകും, അതിന് കുറ്റമൊന്നുമല്ല.
അതങ്ങനെ ആവും. ബയോളജിക്കൽ നെസസിറ്റിയാണ് ഈ സെക്സ് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അത് ആ പ്രായമൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്നിരിക്കും. ഉണ്ടായാൽ അത് ശരിയായ ഒരു ബന്ധമായിട്ട് അത് കൊണ്ടുപോകുന്നെങ്കിൽ കുഴപ്പമില്ല. അതല്ലെങ്കിൽ അത് വലിയ അപകടങ്ങളിൽ കലാശിക്കും. കാരണം യവൻ എന്ന് പറഞ്ഞാൽ യവനെ ഈ കുട്ടിയെ ഉദ്ധരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് മുഴുവൻ കണ്ട പുരുഷന്മാരുടെ പേരും പറഞ്ഞുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരുത്തനെ, അത് അവൻ ഭർത്താവ് പോലുമല്ല, അവൻ ഇതിൻ്റെ ദേഹത്ത് എന്താണ് അവൻ അധികാരമുള്ളത് അതൊന്ന് തിരിച്ചറിയണ്ടേ? അത് ആ പെൺകുട്ടി പോലും തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ യവൻ്റെ ശല്യമാണെന്ന് പറഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യണ്ടേ പോലീസിൽ? അത് ആ ഒരു രീതി പോലും ഇല്ല. അയൽക്കാർക്ക് മുഴുവൻ അറിയാം ഇങ്ങനെ യവൻ്റെ വലിയ, അവിടെ അവന് ഒരുപാട് പേരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവനാണ്. ആ നാട്ടിൽ പല ആളുകളുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ആ പറയുന്നത് ഒരുപാട് ആളുകളുമായിട്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടുള്ളതാണ്. വലിയ വഴക്കും അടിപിടിയും ഉണ്ടാക്കി കൊണ്ട് നടക്കുന്ന ഒരു വൃത്തികെട്ടവൻ അവനുമായിട്ട് ബന്ധപ്പെട്ടു. ഏതായാലും ഇനിയിപ്പോൾ അവൻ്റെ കാര്യത്തിൽ നാട്ടുകാർക്കൊരു സ്വസ്ഥത കിട്ടും കേട്ടോ. പക്ഷേ നമ്മളെല്ലാം അവന് ചെലവിന് കൊടുക്കണം. ഇതുപോലുള്ള ഈ വായി നോക്കിയൊക്കെ ചെലവിന് കൊടുക്കാനായിട്ട് നമ്മുടെയൊക്കെ പണമാണ്, നികുതി പണമാണ് ഉപയോഗിക്കുന്നത്. ആലോചിക്കണം, എത്ര പേരാണ് ഇതുപോലെ ജയിലിൽ സ്ഥിരമായിട്ട് കിടക്കുന്നവർ. അവന് നല്ല ഇഷ്ടം പോലെ ആഹാരം കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇന്ന് കണ്ട നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ ഒരു ചെറിയ, അതായത് ചാപ്പാടിനെ കുറിച്ച് ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് ഒരു കാർട്ടൂണിനകത്ത് വന്ന ഒരു കാര്യം കണ്ടു. ചോറ്, സാമ്പാർ, കോഴിയിറച്ചി കേട്ടോ, മീൻകറി കേട്ടോ, മട്ടൻ, ഇങ്ങനെയുള്ള സാധനങ്ങളുമൊക്കെ യവന് ഒരു 5 പൈസയുടെ ജോലിയില്ലാതെ ഒരു വിചാരണ തടവുകാരൻ എന്നുള്ള നിലയ്ക്ക് യവന്മാർക്ക് കിട്ടും. കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, ചാപ്പാടും കഴിച്ച് അവിടെ കിടന്നാൽ മതിയല്ലോ. അതും കഴിച്ചാൽ അവിടെ പണ്ടായിരുന്നു യഥാർത്ഥത്തിൽ യവന്മാർക്ക് ഈ ഗോതമ്പുണ്ട് കൊടുക്കുന്നത്. ഇന്ന് ജയിലിൽ ഈ ഗോതമ്പുണ്ടൊന്നും ഇല്ല കേട്ടോ. അതൊന്നും അല്ല, അവിടെ നല്ല ഒന്നാന്തര ആഹാരമാണ് കൊടുത്തേക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. നല്ല ചൂടുള്ള ചോറും ഒക്കെ ഇഷ്ടം പോലെ വിളമ്പി റെഡിയാക്കി കൊണ്ടു കൊടുക്കും. ഒരു 4:30 ആകുമ്പോൾ ഇതിനെ എല്ലാം അകത്ത് കയറ്റി അടയ്ക്കും. അപ്പോൾ രാത്രിയുള്ള ആഹാരം എന്ന് പറയുന്നത് 4 മണിക്ക് കൊടുക്കും അവർ. അല്ല, നിവൃത്തിയില്ലല്ലോ, ഇവരെ വേറെ ചെയ്യാൻ ഒക്കത്തില്ല. അത് നല്ല ചാപ്പാടാണ് കിട്ടുന്നത്. അതും കിട്ടുന്നത് അവിടെ കിടന്ന് തിന്ന് കൊഴുക്കുകയാണ് അവന്മാർ. ഓരോരുത്തരെ കൊല്ലുന്ന കൊലപാതകങ്ങളുമൊക്കെ ഇതേപോലെ ജയിലിൽ കിടന്ന് തിന്ന് കൊഴുക്കുകയാണ്. ഇവനെയൊക്കെ കൊണ്ട് എന്തെങ്കിലും ജോലി ഏൽപ്പിക്കുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ജോലി ചെയ്തവന് ഭയങ്കരമായിട്ട് സാലറി കൊടുക്കുന്നുണ്ട്, ശമ്പളം, നല്ല ശമ്പളം കൊടുക്കും എന്തെങ്കിലും ജോലി ചെയ്യുന്നാലേ. ദിവസം കിടക്കുന്നവന് അങ്ങനെ ജോലിയുണ്ട്. പക്ഷേ ഇവന്മാരെന്തോ ജോലി ചെയ്യുന്നേ, വേറെ വലിയ പണിയൊന്നുമില്ല. അവിടെ മേസ്ത്രി പണി, ചിലപ്പോൾ മേസ്ത്രി പണിയൊക്കെ ഉണ്ട്. ചില സാധനങ്ങൾ ഫേർണിച്ചർ ഉണ്ടാക്കും, അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നുമല്ല, യവനെയൊക്കെ റോഡിലോട്ട് ഇറക്കി നിർത്തിയുണ്ടല്ലോ, ഈ ഓടയെല്ലാം വൃത്തിയാക്കിക്കണം എമ്മന്മാരെ കൊണ്ട്, മുഴുവൻ ക്ലീൻ ചെയ്യിപ്പിക്കണം. ഇത് എല്ലാവരും നല്ല അതേ ജയിലിലെ വേഷവിധാനം ഇട്ട് ഇവനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണം. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് അതായിരിക്കണം. ഗവൺമെൻറ് ആശുപത്രികളുണ്ടല്ലോ, അവിടെ രോഗികൾ കിടപ്പുണ്ട്, അതിന് സ്ട്രിക്റ്റ് സൂപ്പർവിഷൻ വേണം. കാരണം ഇവനെ അങ്ങോട്ട് അവിടോട്ട് വിട്ടാലൊക്കത്തില്ലല്ലോ. അത് അവന്മാരെ അവിടെ കൊണ്ട് നടത്തി അവിടുത്തെ കക്കൂസ് കഴിക്കണം ഇവനെ കൊണ്ട്, അത് ചെയ്യിപ്പിക്കേണ്ടത്. എല്ലാ പബ്ലിക് ടോയ്ലറ്റ്സും യവന്മാരെ കൊണ്ട് നീറ്റാക്കിപ്പിച്ച് കൊണ്ടു നടക്കണം. ഇതൊക്കെ ആയിരിക്കണം യവന്മാർക്ക് കൊടുക്കേണ്ട കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്, അതായിരിക്കണം. അല്ലാതെ ഇവനെ ഇതേപോലെ ജയിലിനകത്ത് ഇട്ടിട്ട് ഇഷ്ടം പോലെ ചാപ്പാടും കൊടുത്ത് റെഡിയാക്കി അവൻ തിന്ന് കൊടുത്ത് അവിടെ കിടക്കുകയാണ്. ഒരു കുഴപ്പമില്ല. അങ്ങനെ കിടക്കുന്ന എത്ര നാൾ നമ്മളിത് ഇങ്ങനെ പോറ്റും അവന്മാരെയൊക്കെ? ആലോചിച്ച് നോക്കിയുള്ളൂ. ഇവിടുത്തെ പബ്ലിക് എക്സ്ചെക്കറിൽ നിന്നുള്ള പണം എന്ന് പറയുന്നത് ഇങ്ങനെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു കാര്യമാണോ? യഥാർത്ഥത്തിൽ ദുരുപയോഗമല്ല ഇത്. ജയിലെന്ന് പറയുന്ന ഒരു സുഖവാസ കേന്ദ്രമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഇവിടെ അതിനകത്ത് കയറാൻ ഇഷ്ടം പോലെ ആളിനെ കിട്ടത്തില്ലേ? താണ്ട് ഇപ്പം നെന്മാറയുടെ ഒരുത്തനുണ്ടല്ലോ, അവന് വിശപ്പാണ് അവൻ്റെ പ്രശ്നം കേട്ടോ. അവന് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്, കുനിഞ്ഞിരുന്ന് വാരി അടിക്കുന്നുണ്ടല്ലോ തിന്നുന്നത്. ഈ വൃത്തികെട്ടവൻ 2 പേരെ അരിങ്കൊല ചെയ്തിട്ട് 3 കൊലപാതകം നടത്തിയവനാണ്. അതാ പറഞ്ഞേ, അത് ഈ രീതിയിലുള്ള നമ്മുടെ യഥാർത്ഥത്തിൽ ഇവരെ ട്രീറ്റ് ചെയ്യേണ്ടത് ഈ ജയിലെന്ന് പറയുന്ന ഒരു കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് നിയമത്തിൽ. പക്ഷേ അത് വന്നപ്പോൾ ഒരു കറപ്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിപ്പോയി. രക്ഷയില്ല. അങ്ങനെയല്ല വേണ്ടത്. ജയിലുകളെന്ന് പറയുന്നത് ഒരാളെ റിഫോം ചെയ്യാനായിരിക്കണം. അതിനൊരുപാട് മാനങ്ങൾ ഉണ്ടാവണം. മാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ കൊണ്ടൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കണം. വെളിയിലൊക്കെ നടന്ന് ജോലി ചെയ്യാൻ ഒക്കുന്നതിനെ കൊണ്ട് അതേപോലുള്ള ജോലികളെ അവന്മാരെ കൊണ്ടൊക്കെ ചെയ്യിക്കണം. ഇവിടെ നമ്മൾ ഇതാണ്ട് തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് കൊടുത്ത് ശമ്പളം കൊടുത്ത ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടല്ലോ. ഇതൊരു ഉറപ്പുമില്ലാതെ അവന്മാർക്ക് ആ തൊഴിലുറപ്പിൻ്റെ കൊടുത്താൽ മതി. ഇവനെയൊക്കെ കൊണ്ടുപോയി റോഡ് പണിയിക്കുകയും വൃത്തിയായിട്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യണം. അവനെ അല്ലാതെ ഉൾപ്പിട്ടുകൊണ്ട് അകത്ത് കയറിയിരുന്ന് ചാപ്പാട് കഴിക്കാനായിട്ട് മാത്രം ആക്കരുത് ഇവരുടെ ശിക്ഷ. നമ്മുടെ ഈ ശിക്ഷാ സമ്പ്രദായം ഉണ്ടല്ലോ,
അതിലേക്ക് ഒരുപാട് വ്യത്യാസം വരണം. ഈ കമ്മ്യൂണിറ്റി സർവീസ് എന്നൊക്കെ പറയുന്നതൊക്കെ ഒരുപാട് കൂട്ടണം. ഇതുപോലെ ഈ കൊലക്കേസിലെ പ്രതികളെയൊക്കെ നല്ല കാവലിൽ യവന്മാരെ വെളിയിൽ കൊണ്ടുപോയാൽ, വെളിയിൽ ഇറക്കുമ്പോൾ ഏത്തവന്മാരുണ്ട്, അവന്മാരെ ഇറക്കണ്ട. കാരണം ഈ നാട്ടുകാർ തന്നെ കൈ കിട്ടിയ അവന്മാർ സൂപ്പാക്കും. ഇപ്പം അവനെ ഈ നെന്മാറയുള്ള പ്രതിയുണ്ടല്ലോ, ആ ജനങ്ങളുടെ കയ്യിലോട്ടൊന്ന് വിട്ടുകൊടുത്താൽ മതിയായിരുന്നു. ഇവൻ്റെ തലമുടി പോലും കിട്ടത്തില്ലായിരുന്നു, ആ രീതിയിലായനെ. അതുപോലെ അത്രയും ആളുകൾ വയലൻ്റായി. ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. ആ രണ്ട് കൊച്ചു പെമ്പിള്ളേരുടെ കരച്ചിൽ ബുദ്ധിമുട്ടാണ് നമുക്ക് കാണുന്നത്. മനുഷ്യരായിട്ടുള്ളവർ പ്രതികരിക്കും. അതേപോലുള്ള പ്രതികരണം എല്ലാ കാര്യങ്ങളിലും വേണ്ടതുമാണ്, സംശയമൊന്നും വേണ്ട. കാരണം ഇവന് പുറത്തിറങ്ങാൻ വയ്യ എന്നുള്ളൊരു തോന്നൽ അവന് തന്നെ വേണമല്ലോ, ഇത് കാണുന്നവന്. ഇതന്നെ വേണം. ആ 3 പേരെ തലക്കടിച്ച് കൊന്നവൻ, അവനെയൊക്കെ ആളുകളായി കിട്ടിയുണ്ടല്ലോ, അവരെ നഖവും പല്ലും പോലും വെളിയിൽ കാണത്തില്ലായിരുന്നു, ആ രീതിയിലായിരുന്നു തന്നെ. പക്ഷേ അത് നമ്മുടെ സമൂഹത്തിന് അത് ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യുമ്പോൾ അത് ക്രിമിനൽ കുറ്റമായിട്ട് മാറും. അപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവരുടെ കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് സമൂഹത്തിന് അത് ഒരു കാഴ്ചപ്പാടായിട്ട്, ഒരു ശിക്ഷ എന്ന് പറയുന്നത് ഇതാണ് എന്നൊന്നും മനസ്സിലാക്കണം. അതാ വേണ്ടത്. ആ രീതിയിലുള്ള ജോലികളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതിന് കൂടെ ഇഷ്ടം പോലെ പോലീസുകാരും അവരൊക്കെ ഉണ്ടല്ലോ, അല്ലെ പ്രസിഡന്റ് സ്റ്റാഫും ഒക്കെ ഉണ്ടല്ലോ, വേണം. സ്റ്റാഫ് സ്ട്രെങ്ത് ഒക്കെ ആവശ്യത്തിന് വേണം. അവർ കൊണ്ടുപോയി നിർത്തി അവന്മാരെ കൊണ്ട് അവരുടെ സൂപ്പർവിഷനിൽ ഈ ജോലിയൊക്കെ ഇതുപോലെ ചെയ്യിപ്പിക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഈ പണികളെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഈ മാൻ പവർ ഉപയോഗിക്കണം. അവർക്ക് ചെറിയ ശമ്പളം കൊടുക്കുന്ന, ആ ശമ്പളം കൊടുത്താൽ മതിയല്ലോ. ആ ജയിലിൽ തടവുകാർക്ക് കൊടുക്കുന്ന ശമ്പളമുണ്ട്, ആ ശമ്പളം തന്നെ കൊടുത്താൽ മതി, ഡെയിലി കൂലിക്ക് കൊടുത്താൽ മതി. അത് കൊടുത്തിട്ട് ഇവനെയൊക്കെ ആരോഗ്യമുണ്ടല്ലോ, ചാപ്പാട് വെറുതെ കിട്ടുകയല്ലേ, ചാപ്പാടിന് പൈസ കൊടുക്കുന്നില്ലല്ലോ അവർ. അപ്പോൾ അത് ഇഷ്ടം പോലെ കൊടുക്കട്ടെ, അതൊക്കെ ആഹാരമൊക്കെ കൊടുത്തോട്ടെ, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കൊടുത്താൽ ഇവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണം. ഈ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ സമൂഹവും മാറണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ശിക്ഷാവിധികളും.